HOD ഇപ്പോൾ സസ്പെൻഡിലായിരുന്നു, ഇപ്പോഴും വന്നതേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഞങ്ങൾ കോള് വിളിച്ച് സംസാരിച്ചു, പൈസ 200 രൂപ ചോദിച്ചാൽ അത് കൊടുത്തു. അപ്പോഴൊന്നും കുഴപ്പമില്ല. 4 മണിക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നു. 3:30 കോളേജിൽ നിന്ന് ഇറങ്ങും. 5:30 ആകുമ്പോഴത്തേക്ക് തമ്പാനൂർ, 6:30 ആകുമ്പോൾ ഇവിടെ എത്തും. അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് 3:30ക്ക് ശേഷമാണ് ഞങ്ങൾ അറിയണത്. മരിച്ചെന്ന് അറിഞ്ഞിട്ടില്ല, പിന്നെയാണ് അറിയുന്നത്. ഇത് ചാടിയതാണോ ഇനി തള്ളിയിട്ടതാണോ എന്ന് അറിയത്തില്ല. അയാൾക്ക് സസ്പെൻഷൻ. ഈ കുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇയാൾ പെൺകുട്ടികളെ ഉൾപ്പെടെയാണ് ഇയാൾ അത് വൾഗറായിട്ട് വരെ കുട്ടികളെ പറയണം ഓരോ വാക്കുകൾ. മുസ്ലിം കുട്ടികൾ. പിന്നെ മോനെ പറയണത് പുഴുത്ത പട്ടിയാണ്, ഇവന്റെ മാർക്കുകളെല്ലാം കട്ടിയേക്കും. പാരന്റ്സ് മീറ്റിങ്ങിന് അമ്മ ഹോസ്പിറ്റലായിരുന്നു. അമ്മ ഇത്രയും നാൾ അച്ഛന് മീറ്റിങ്ങിന് പോകാൻ പറ്റാത്തതുകൊണ്ട് അത് 3 സബ്ജക്റ്റിന്റെ മാർക്ക് ഇവന് കട്ടിയ, C മാർക്കും. അപ്പോഴ് വേറെ കുട്ടികൾക്കൊക്കെ മാർക്കില്ലെങ്കിലും എഴുതി കൊടുക്കണം. ഇവനെ കൊണ്ടത് എഴുതി വാങ്ങിപ്പിച്ച് ഈ എക്സാമിന്റെ കൂടെ, അതായത് ഇന്നലെ ഒരു എക്സാം ഉണ്ടായിരുന്നു, ഡെന്റൽ അനാട്ടമി. ആ എക്സാം ഇന്നലത്തെ അതിന്റെ കൂടെ. ഇനി ഇതിന്റെ ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രശ്നമാണോ വന്നതെന്നും അറിയത്തില്ല. കാര്യം അയാൾ പഠിപ്പിക്കുന്നത് ഡെന്റൽ അനാട്ടമി. അത് ആ ഒരു ഇതാണോ അറിയത്തില്ല. കാര്യം ഞങ്ങൾ ഇതിൽ ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴത്തേക്കും ആൾ ഓക്കെ ആയിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അഡ്മിഷൻ എടുത്ത ടൈമിൽ ഹോസ്റ്റൽ റൂമാണ് കൊടുത്തിരുന്നത്. പിന്നെ കുറച്ച് നാൾ പഠിക്കാൻ പോകണില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്നതിന് ശേഷം പിന്നെ സിക്ക് റൂമാണ് കൊടുത്തോണ്ടിരുന്നത്. സിക്ക് റൂം എന്ന് പറയുമ്പോൾ കൂടുതൽ ഈ പേഷ്യന്റ്, അതായത് എന്തെങ്കിലും അസുഖമായിട്ട് വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും അവിടെ കിടക്കുന്നത്. അപ്പോഴും മോന് ഇത്രയും ദിവസം വരെയും സിക്ക് റൂമാണ്. എന്നിട്ട് അവന്റെ സ്ഥാനത്താണ് വേറൊരു പയ്യൻ, അർജുന എന്ന് പറഞ്ഞൊരു പയ്യനെ ഇത് ചെയ്ത്. പിന്നെ സീനിയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിക്ക് റാഗിക്കുണ്ടായിരുന്നു. ക്ലീൻ ഷേവ് ചെയ്താലേ അകത്ത് കയറ്റത്തുള്ളൂ. അതുപോലെ പറ്റ പോലെ മുടി വെട്ടണം, മൊട്ടയടിക്കരുത്. പിന്നെ ഇപ്പോഴൊരു ഫ്രഷേഴ്സ് ഡേ കഴിഞ്ഞതുള്ളൂ, അതിനുശേഷം നിങ്ങൾ എന്തുവേണമെങ്കിലും ചെയ്തോന്ന് പറഞ്ഞു. പിന്നെ റാമെന്ന് പറയുന്ന അയാൾ നല്ല രീതിക്ക് കറുപ്പിനെ വരെ നിറത്തെ വരെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു. റാം പിന്നെ അതുപോലെ സംഗീതം. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇനി ഒരു കുട്ടികൾക്കും ഇങ്ങനെ ഒരു ഇതുണ്ടാവരുത്. ഇതിനു മുന്നേ ശ്രീനന്ദ എന്ന് പറഞ്ഞൊരു കൊച്ച് ഇതുപോലെ കെട്ടിടത്തിന്റെ മണ്ടയിൽ നിന്ന് വീണ് മരിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രഗ്സ് നല്ല രീതിക്ക് ഉപയോഗിക്കുന്ന ഒരു കോളേജാണ് അവിടെ. പിന്നെ കൂടുതൽ ഇവന്റെ കാര്യങ്ങൾ തന്നെയാണ് നോക്കി പോണത്. മെസ് ഫീസ് അടച്ചിട്ട് പോലും അവിടെ ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞ് പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്നില്ല. പുറത്ത് പോയാണ് പിള്ളേർ ഫുഡ് കഴിക്കണത്. പിന്നെ അതുപോലെ പഠിക്കാനുള്ളൊരു അന്തരീക്ഷം അവർ കൊടുക്കണില്ല. റൂമിൽ വന്ന് ലോക്ക് ചെയ്തിരിക്കുന്ന റൂമും അത് തട്ടിയിട്ടാണ് അവർ ലോക്ക് ചെയ്തിട്ടാണ് പിള്ളേരെ വിളിച്ചുകൊണ്ട് പുറത്ത് പോണതും. നീ കുടിക്കോടാ വലിക്കോടാ എന്നുള്ള ഓരോ ചോദ്യങ്ങളാണ്. പോയതിന്റെ സെപ്റ്റംബർ 30-ാം തീയതിയാണ് പോയത്. 1 മാസത്തോളം ഇവിടെ വന്ന് ബ്രേക്കായിരുന്നു. വീണ്ടും പോയി. പിന്നെ സിക്ക് റൂമിലാണ്. പിന്നെ കമലെന്ന് പറഞ്ഞൊരു സാറുണ്ട്. ആ സാറും നല്ല രീതിക്ക് ഇവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ റാമെന്ന് പറയുന്ന ആള്, പിന്നെ സംഗീത എന്ന് പറയുന്ന ഒരു മാം. ഇത്രയും പേരാണ് നിലവിൽ അറിയാൻ പറ്റുന്നത്. പിന്നെ ലത, പിന്നെ എനിക്ക് അപ്പോഴപ്പോഴായിട്ടുള്ള അപ്ഡേഷൻ എനിക്ക് തരുന്നുണ്ട്. ഇത് ഓരോ ടീച്ചേഴ്സിന്റെ ഫോട്ടോ ആണെങ്കിലും ഇവിടെ എന്തൊക്കെ നടക്കുന്നുള്ള വോയിസ് സഹിതം എനിക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റണത് അവിടെ എന്തൊക്കെ ഇത് നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കയ്യിലുണ്ട്.